ചേരുന്നുണ്ട് ലൈവായി തന്നെ സജൽ അവിടുത്തെ കാഴ്ചകൾ പ്രേക്ഷകരോട് പങ്കുവയ്ക്കും. അഡ്വക്കേറ്റ് സജൽ, 1.5 മണിക്കൂറായി AC ഉണ്ടോ? നിങ്ങൾക്ക് ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഡിസ്കംഫർട്ട് ഉണ്ടോ? വാതിൽ തുറക്കാനാകുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇവിടുത്തെ സാഹചര്യം അഡ്വക്കേറ്റ് സജൽ? അരുൺ, ഏകദേശം ഒരു 1.25 മണിക്കൂർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിടിച്ചിട്ടത്. സാധാരണഗതിയിൽ പെട്ടെന്ന് റെഡി ആവുമെന്നാണ് കരുതിയത്. പക്ഷേ റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള അനൗൺസ്മെന്റ് വന്നു 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കുമെന്ന്. പക്ഷേ ഏകദേശം 1 മണിക്കൂർ 40 മിനിറ്റ് പിന്നിട്ടു. ഇപ്പോ ഏകദേശം എറണാകുളത്തേക്ക് എത്തേണ്ട സമയമായി. പക്ഷേ ഈ സമയം ഇത്രയായിട്ടും ഇതിന്റെ സാങ്കേതിക തകരാറ് പരിഹരിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. ഇതിന്റെ നിലവിൽ കിട്ടുന്ന വിവരം അനുസരിച്ച് ഈ ട്രെയിൻ നേരെ പുറകിലേക്ക് ഷൊർണൂരിലേക്ക് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട് ഒരുപക്ഷെ മറ്റൊരു ട്രെയിനെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യമാണെന്നാണ് റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത്. അതെ സജൽ, ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ബാറ്ററി ഡൗൺ ആണ്. അതുകൊണ്ട് അത് റീചാർജ് ചെയ്യുകയോ അത് മാറ്റുകയോ ചെയ്യണമെങ്കിൽ ഷൊർണൂർ സ്റ്റേഷനിലേക്ക് എത്തിക്കണം. ഷൊർണൂർ സ്റ്റേഷനിലേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കവിടെ എയർ കണ്ടീഷനും സംവിധാനവും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടോ? അത് പ്രവർത്തനക്ഷമമല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ബാറ്ററി ഡൗൺ ആയത് കാരണം. ഒന്ന് ആ ദൃശ്യങ്ങൾ കാണിക്കാം നമുക്ക് പ്രേക്ഷകരെ സജൽ. അല്ല, ഇപ്പൊ ആ പ്രശ്നമില്ല. ഇപ്പൊ ലൈറ്റും എയർ കണ്ടീഷനും വർക്ക് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഒന്ന് പുറത്തിറങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം ഇല്ല. ഈ സെൻട്രലൈസ്ഡ് ഓപ്പറേഷൻ ആയതുകൊണ്ട് ഡോർ തുറക്കുന്ന ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് ആളുകൾക്കൊന്ന് പുറത്തിറങ്ങാനുള്ള ഒരു പ്രശ്നമുണ്ട്. അത്തരത്തിലാണ്. പിന്നെ കുട്ടികളും വയസ്സായ ഒരുപാട് യാത്രക്കാരെല്ലാവരും ഉണ്ട്. ഇപ്പൊ പലരും ഒരു ബോഗിയിൽ നിന്ന് മറ്റൊരു ബോഗിയിലേക്ക് പോകുന്നതായിട്ട് കാണാം നിങ്ങൾക്ക്. ഒരു സാഹചര്യമാണ്. ഒരു കാര്യം സജൽ, നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നോ? ഹലോ, നിങ്ങൾക്ക് ഭക്ഷണം കിട്ടിയിരുന്നോ? ഭക്ഷണം കഴിച്ചിരുന്നോ? അതോ അത് എറണാകുളത്ത് വരുമ്പോഴാണ് ഭക്ഷണം എടുക്കുന്നത് തോന്നുന്നു അല്ലേ? അല്ല, ഭക്ഷണത്തിന്റെ പ്രശ്നങ്ങൾ അങ്ങനെ ഒരു പ്രൊവൈഡ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ എല്ലാവരും ആവശ്യപ്പെടുന്നത് ഡോറിന് തുറന്നാൽ പുറത്തിറങ്ങി നിൽക്കാമെന്നുള്ള ഒരു ആവശ്യമാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. പക്ഷെ അതിലേക്ക് എന്നാണ് അവരെ പറയുന്നത്. എഞ്ചിൻ വന്ന് ഇതിനെ പുറകോട്ട് കൊണ്ടുപോകണം. എന്നിട്ട് ഷൊർണൂർ സ്റ്റേഷനിൽ എത്തിയിട്ട് ഇതിന്റെ സാങ്കേതിക തകരാറ് പരിഹരിക്കാമെന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ വണ്ടി കിടക്കുന്നത് ഷൊർണൂർ സ്റ്റേഷനിൽ നിന്ന് എത്ര അകലെയാണ് സജൽ? അത് ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിലോ മറ്റേതെങ്കിലും സ്ഥലത്താണോ, അതല്ല ഔട്ടർ സ്പേസിലാണോ? ഇപ്പോ ഏകദേശം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ളൂ. ഷൊർണൂർ സ്റ്റേഷൻ കഴിയുമ്പോൾ ഒരു പാലമുണ്ട്. ആ പാലത്തിൽ പകുതി ഭാഗം പാലത്തിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഓ, അങ്ങനെയാണെങ്കിൽ അതുവഴിയുള്ള മറ്റു ട്രെയിനുകളുടെ ഗതാഗതവും തടസ്സപ്പെട്ടിട്ടുണ്ടാവും. ആ ലൈൻ ഉപയോഗിക്കാൻ കഴിയില്ല. മാത്രമല്ല, സ്വാഭാവികമായിട്ടും എല്ലാ ട്രെയിൻ ഗതാഗതത്തെയും ഇത് ബാധിച്ചിട്ടുണ്ടാവണം. ഒരു ട്രാക്കിലൂടെ മാത്രമേ ഇപ്പോൾ സർവീസ് നടക്കുന്നുള്ളൂ. മൊത്തം ട്രെയിൻ ഗതാഗതം ബാധിക്കുമല്ലോ. ഇതിൽ ഈ ഡോർ എമർജൻസി നമുക്ക് തുറക്കാനുള്ള സംവിധാനങ്ങൾ ഇല്ലേ ഇതിനുള്ളിൽ? നമ്മൾ അവിടുത്തെ നിങ്ങൾക്ക് ഓരോ കമ്പാർട്ട്മെന്റിലും നമുക്ക് ഓരോ ക്യാപ്റ്റന്മാരുണ്ടാവുമല്ലോ, ഇതിന്റെ മാനേജർമാർ. അവരോട് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? അല്ല, അവർ പറയുന്നത് ബോഗികളുടെ ഇടയിലുള്ള ഡോറുകൾ മാത്രമാണ് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോറ് പോലും അവർ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. ഒരുപക്ഷെ അതും കൂടെ ഓപ്പറേറ്റ് ചെയ്താൽ നിലവിലുള്ള പവറും കൂടെ നഷ്ടപ്പെടുമായിരിക്കും. അതായിരിക്കും അവരതിന് മുതിരാത്തത്. മാത്രമല്ല, ഇവിടെ പ്ലാറ്റ്ഫോം ഇല്ല. ചിലപ്പോൾ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവും. അതുകൊണ്ടായിരിക്കണം. അല്ല, കുറച്ച് നിങ്ങൾ അതിനുള്ളിൽ ഇരിക്കുന്നതാണ്. എയർ കണ്ടീഷനും ലൈറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ തന്നെ ഇരിക്കുന്നതാണ് സുരക്ഷിതം. ഒരുപക്ഷെ ഒരു അരമണിക്കൂറിനുള്ളിൽ ഒരു തീരുമാനമാകും, പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കും. അതിനുശേഷം മറ്റേതെങ്കിലും തീവണ്ടിയിൽ നിങ്ങളെ കയറ്റി അയക്കുകയും ചെയ്യുമെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം.